അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 8ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ കാണിക്കുന്നത്. ചോദ്യത്തിന്റെ കൂടെ ഉത്തരങ്ങളും കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം അഥവാ 2024 നടത്തിയ പരീക്ഷയുടെ ചോദ്യ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നാമത്തെ കോളത്തില് ഫേലുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച ലമീറുകൾ എഴുതുക. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഫഅല ഹുവ, ഫഅൽന ഹുന്ന, ഫഅൽതും അൻതും, ഫഅൽതി അൻതി, ഫഅൽനാ നഹ്നു, ഫഅൽതുമാ അൻതുമാ. രണ്ട് ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായ ഉത്തരം എടുത്ത് എഴുതുക. ബ്രാക്കറ്റില് ഖറജു, നസർതി, കസഹത, ഖറതുമ, മനഅന, തലഅത്. ഖറജു അവർ പുറപ്പെട്ടു. നസർതി നീ സഹായിച്ചു. കസഹത അവർ രണ്ടുപേര് മുറ്റം അടിച്ചു വാരി. ഖറതുമ നിങ്ങൾ രണ്ടുപേരും വായിച്ചു. മനഅന അവർ വിലങ്ങി. തലഅത് ഉദിച്ചു. അന്നിസാഉ സ്ത്രീകള്, കുറെ സ്ത്രീകളുണ്ട്. അപ്പൊ അവിടെ മനഅന എന്നാണ് ഉപയോഗിക്കേണ്ടത്. മനഅന ഔലാദഹുന്ന അനിൽ ലഹ്വി. സ്ത്രീകള് വിനോദത്തെ തൊട്ട് അവരുടെ മക്കളെ വിലങ്ങി. രണ്ട് അശംസു സൂര്യൻ, അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തൊലാത്ത് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അശംസു തൊലാത്ത് മിനൽ മശ്രിഖ്, സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചു. മൂന്ന് അത്തുല്ലാബു വിദ്യാർത്ഥികൾ, കുറെ ആൺകുട്ടികളുണ്ട്. അതുകൊണ്ട് ഖറജു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഖറജു മിൻ സുഫൂഫിഹിം, വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് പുറപ്പെട്ടു. നാല് യാ ബിൻതി ഹൽ നസർതി ഉമ്മിക, എന്റെ മോളെ നീ ഉമ്മയെ സഹായിച്ചോ. മകളോടാണ് സംസാരിക്കുന്നത്. മകൾ പെൺകുട്ടി ആയതുകൊണ്ട് നസർതി എന്ന് പറയണം. അഞ്ച് അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികള്. കസഹത ഫിനാൽ ബൈതി അവർ രണ്ടുപേരും വീടിന്റെ മുറ്റം അടിച്ചു വാരി. രണ്ട് പെൺകുട്ടികൾ അടിച്ചതുകൊണ്ട് കസഹത്ത എന്നാണ് ഉപയോഗിക്കേണ്ടത്. ആറ് യാ തിൽമീദത്താനി അവിടെ രണ്ട് വിദ്യാർത്ഥിനികളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഖറഅതുമ എന്നാണ് കൊടുക്കേണ്ടത്. യാ തിൽമീദത്താനി ഹൽ ഖറഅതുമ സൂറത്ത യാസീൻ. രണ്ട് വിദ്യാർത്ഥിനികളെ നിങ്ങൾ രണ്ടുപേരും സൂറത്ത് യാസീൻ ഓതിയോ. മൂന്ന് ബയ്യൻ വിശദമാക്കുക. അറബിയ അറബിയിൽ അതിന്റെ നിർവചനം എഴുതുന്നു. ഇസ്മ എന്താണ്? ലഫ്ദുൻ ലഹു മാന മുസ്തഖിൽ വല യദുല്ലു അലാ സമാനിൻ. സ്വന്തമായി അർത്ഥമുള്ളതും ഒരു കാലത്തിന് മേൽ അറിയിക്കാത്തതുമായ ലഫ്ദാണ് ഇസ്മ. അല്ല ഹർഫ്. ഹർഫ് എന്ന് പറഞ്ഞാൽ ലഫ്ദുൻ ലൈസ ലഹു മാനൻ ഇല്ലാ മഅരിഹി, മറ്റൊന്നിനോട് കൂടുമ്പോഴല്ലാതെ അർത്ഥമില്ലാത്ത ലഫ്ദാണ് ഹർഫ്. ഇതിന്റെ നിർവചനം അറബിയിൽ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് അറബിയിൽ എഴുതാനാണ് ചോദിക്കുന്നത്. അൽ കലാം, കലാം എന്നാൽ എന്ത്? അതും അറബിയിൽ എഴുതണം. ലഫ്ദുൻ മുഫീദുൻ ഫായിദത്തുൻ യഖ്സിനു സുകൂത്തു അലിഹ. 4 തമ്മിം പൂർത്തീകരിക്കുക. അൽ ഫിഅലു മാദി മുസ്ബത്ത്, മാദി മുസ്ബത്തായ ഫിഅല്. അതിന്റെ നിർവചനം പകുതി ഇവിടുണ്ട്, പകുതി നിങ്ങൾ എഴുതണം. ഫിഅലുൻ യദുല്ലു അലാ വുഖൂഇ അംരിൻ ഫി സമാനി മാദി. 2 ഇദാ ദുക്കിറ ഫായിലു മഅൽ ഫിഅലി യുസമ്മ മഅറൂഫൻ. 3 ബിതാ ഫാൽത്തി വാതത്തി അഫലി വനൂനി അക്ബിലന്ന ഫീലുൻ ഇൻജലി. ആ ബൈത്ത് പൂർത്തീകരിക്കാം. 5 നുസരിഫു സർഫാക്ക.
ഖറജ, ഖറജ, ഖറജു, ഖറജത്ത്, ഖറജത്ത, ഖറജൻ. ഇവിടെ വിട്ടുപോയ ഭാഗം മാത്രം കുട്ടികൾ എഴുതി കൊടുക്കാം. നജഹത്ത, നജഹത്തുമ, നജഹത്തും, നജഹത്തി, നജഹത്തുമ, നജഹത്തുന്ന. മക്കസ്ത, മക്കസ്തുമ, മക്കസ്തും, മക്കസ്തി, മക്കസ്തുമ, മക്കസ്തുന്ന. 6 ഉക്തുൽ അൽഫാദ് ലഫ്ള് എഴുതുക. ഫഅൽന, الجمع مؤنث غائب من الفعل الماضي معروف مثبت. فعلت متكلم الواحد من الفعل الماضي معروف مثبت. فعلنا جمع متكلم من الفعل الماضي معروف مثبت. فعلوا الجمع مذكر غائب من الفعل الماضي معروف مثبت. തർജ്ജം അർത്ഥം എഴുതുക, പരിഭാഷപ്പെടുത്തുക. رجع محسن من المدرسة ووصل إلى البيت وشرب الشاي. മുഹ്സിൻ മദ്രസയിൽ നിന്നും മടങ്ങി വീട്ടിലെത്തി ചായ കുടിച്ചു. 8 അജീബ് അറബിയിൽ എഴുതുക. ബെല്ലടിച്ചു. ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു. ദുക്കൽ ജറസു ജാൽ ഉസ്താദ് ഇലസഫി. ഇവിടെ ദക്ക എന്ന് എഴുതിയിട്ടുണ്ട്. ദാലിന് ഫത്താണ്, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ദുക്ക എന്ന് തിരുത്തി വായിക്കണം. ദുക്കൽ ജറസു ജാൽ ഉസ്താദ് ഇലസഫി. ഈ പാറ്റേണിലാണ് നാളെയും പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. പല ചോദ്യങ്ങൾ ആവർത്തിച്ചു വരാറുണ്ട്. നന്നായിട്ട് പഠിക്കാം. പാഠപുസ്തകം നന്നായിട്ട് വായിക്കാം. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.